Hey guys and welcome back to Best Car Picks. ഈ വരുന്ന മെയ് 28-ന് നമ്മുടെ പുതിയ ടിയാഗോ ഇറങ്ങുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ടാറ്റ ആദ്യം ടീസ് ചെയ്ത് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് അവരിതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ടീസ് ചെയ്യുന്നത്. ആ സമയത്ത് സിറ്റി ഫേസ് ലിഫ്റ്റും ZRV ഒക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് അന്ന് കവർ ചെയ്യാൻ പറ്റില്ല. എന്തായാലും അടുത്ത ദിവസം ഞാനിപ്പോൾ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് ZRVയുടെ വീഡിയോ ഇടാനുള്ളതുണ്ട്. അടുത്ത ദിവസമായിരിക്കും മിക്കവാറും ഇത് പോകുന്നത്. എന്തായാലും ഇൻറ്റീരിയേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടാറ്റ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് ടിയാഗോയുടെ കേസിൽ വരുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓവറോൾ ഡാഷ്ബോർഡ് ലേഔട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഇവരിത് ന്യൂജൻ ടിയാഗോ എന്നാണ് വിളിക്കുന്നത്. സംഭവം പറഞ്ഞു വരുമ്പോൾ ഒരു മേജർ ഫേസ് ലിഫ്റ്റ് ആണ്. പക്ഷെ എന്നാൽ പോലും ഒരു ജനറേഷൻ അപ്ഡേറ്റിൽ മാറ്റാൻ മാത്രമുള്ള ഇൻറ്റീരിയർ ചേഞ്ച് ഈ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗിൻ്റെ ഡിസൈനിൽ അധികം ചേഞ്ച് ഇല്ല. നമ്മൾ സാധാരണ വണ്ടികൾ കാണുന്നതിലും കുറച്ചും കൂടി ഒരു ഡിഫറൻസ് എനിക്ക് തോന്നി. ഇതിനകത്ത് ബട്ടൺസും അതുപോലെ പാനലും എല്ലാം ഒറ്റൊരു ലെവലായിട്ട് കിടക്കുന്ന പോലെ ഉണ്ട്. മറ്റേ നമുക്ക് ചെറിയൊരു ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോൾ പോലെ ആയിരുന്നില്ല. ഇതിൻ്റെ അകത്ത് പക്ഷേ ഫിസിക്കൽ ബട്ടൺസ് പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റേ അകത്തത് ടച്ച് ബേസ്ഡ് പോലെ തോന്നുള്ളൂ, ശരിക്കും നമ്മൾ പ്രസ് ചെയ്യണം. പക്ഷേ ഇതങ്ങനെയല്ല. സോ അതിൻ്റെ അകത്ത് അവർ എനിക്ക് തോന്നുന്നു എർഗണോമിക്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ചെറിയ ഡിഫറൻസ് വരുത്തിയതായിരിക്കും എന്ന്. അതുപോലെ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ എടുക്കുകയാണെങ്കിൽ അത് നേരത്തെ ഉണ്ടായിരുന്ന സെയിം യൂണിറ്റ് ആണ്. അതിൻ്റെ UIയും കാര്യങ്ങളൊക്കെ സെയിം ആണ്, ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ തന്നെയാണ്. പക്ഷേ അതൊരു സ്റ്റാൻഡ് അലോൺ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വേറെ കവറോ കാര്യങ്ങളോ അല്ലെങ്കിൽ പുറത്തൂടെ വേറെ മറ്റേ ഡാഷ്ബോർഡ് സംഭവങ്ങളൊന്നും റൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് കാണാൻ അത്യാവശ്യം രസമുണ്ട്. നമ്മുടെ ഈ പ്രീമിയം EV വാഹനങ്ങളൊക്കെ കാണുന്ന പോലെ ഉണ്ട്. അതായത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ. പിന്നെ നടുവിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. അതിൻ്റെ ഡിസൈനും അത്യാവശ്യം നല്ലതാണ്. അതും നമുക്കൊരു ഹെഡ്സപ്പ് രീതിയിൽ ഫ്രീ സ്റ്റാൻഡിങ് യൂണിറ്റ് പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 10.25 ഇഞ്ച് സെയിം സൈസാണ്. സൈസൊന്നും മാറ്റിയിട്ടില്ല. നമുക്ക് ഇപ്പോഴത്തെ ടിയാഗോയിലും ഈ സെയിം സ്ക്രീൻ തന്നെയാണ് കിട്ടുന്നത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി അതല്ലാതെ സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിലും അവർ അത്യാവശ്യം നല്ലൊരു കളർ തീം പിടിച്ചിട്ടുണ്ട്. അതായത് ഗ്രേ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് പിടിച്ചിരിക്കുന്നത്. നമുക്ക് മുകളിലത്തെ പില്ലേഴ്സും സാധനങ്ങളൊക്കെ ഒരു ഐവറി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സോ മൊത്തത്തിൽ എന്തായാലും ഡാഷ്ബോർഡ് ലേഔട്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ AC കൺട്രോൾസ് ആണെങ്കിലും ഞാൻ വിചാരിച്ചു അവരിത് മറ്റേ ടച്ച് പേസ്റ്റ് ആക്കുമായിരിക്കുന്നു, നെക്സോണിലും അതുപോലെ പഞ്ചിലൊക്കെ ആക്കിയതുപോലെ. പക്ഷേ എന്തായാലും ഇതിനകത്ത് അതാക്കിയിട്ടില്ല. നേരത്തെ സെയിം റോട്ടറി നോബ്സ് തന്നെയാണ്. ഓട്ടോ AC ആണ്, സിംഗിൾ സോൺ ആണ്. പക്ഷേ അതിന് പകരം അവരെ ഡിസൈൻ മാറ്റിയിട്ട് കുറച്ചും കൂടെ പ്രീമിയം ആക്കിയിട്ടുണ്ട്. അത് അഗൈൻ കാണാൻ അത്യാവശ്യം രസമുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഇത് തന്നെ നോർമൽ പെട്രോൾ AMTയിലാണെങ്കിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് ഈ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ആയിരിക്കും. ആകെപ്പാടെ നമുക്ക് ഏകദേശം ഈ ഒരു പ്രൈസ് പോയിന്റിൽ എന്ന് പറയാൻ പറ്റുന്ന എക്സ്റ്ററിലാണ് പാഡൽ ഷിഫ്റ്റേഴ്സ് കിട്ടുന്നത്. വേറൊന്നിലും എൻ്റെ അറിവിലില്ല. അതുപോലെ തന്നെ സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈനും അവർ മൊത്തത്തിലൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ട്രീറ്റ്മെൻ്റ് ആണ് കിട്ടുന്നത്. ഓട്ടോമാറ്റിക്, അതായത് AMT എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നോബായിരിക്കും അതിനകത്ത് കിട്ടുന്ന റോട്ടറി ആയിട്ട്. മറ്റേ ഗിയർ ലിവറിൻ്റെ പരിപാടിയും അവരെടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ മാനുവൽ ആണെങ്കിൽ അവിടെ എന്തായാലും ഗിയർ ലിവർ അവർ കൊടുക്കും. EV എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സംഭവം തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി എൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു വയർലെസ് ചാർജറിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ USB ചാർജിങ് സോക്കറ്റ്സും കാണാൻ പറ്റും. സോ മൊത്തത്തിൽ അതിൻ്റെ ഇൻറ്റഗ്രേഷനൊക്കെ ടാറ്റ വളരെ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് സീറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് പുതിയതായിട്ട് റിയർ AC വെൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിലും AC വെൻസിന് താഴത്തായിട്ട് ഒരു ചാർജിങ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സീറ്റ് ബാക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഫ്രണ്ടിൽ സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. ബാക്കിൽ അവർ സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിട്ടില്ല, പക്ഷേ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഡോർ പാഡ്സിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിലും നമുക്കൊരു 2 ടോൺ, അതായത് അവിടെയും ഈ പറയുന്ന പോലെ ഒരു ഗ്രേ അല്ലെങ്കിൽ ഐവറി ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനും ഡോർ ഹാൻഡിൽസിൽ ഒരു സിൽവർ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഡിസൈൻ അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ക്ലെവറായിട്ട് അവർ കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് നമുക്ക് ടിയാഗോയുടെ ഫ്രണ്ടിലെങ്കിലും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കിട്ടുമായിരുന്നു. ബാക്കിൽ ഏതെങ്കിലും കാര്യത്തിൽ അവർ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും എൻ്റെ ഓർമ്മയിലില്ല. ഇപ്പോൾ എന്തായാലും ഈ ഒരു പുതിയ ഫേസ് ലിഫ്റ്റിലൂടെ അവർ ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതൊരു ബാക്ക്വേർഡ്സ് മൂവ്മെൻ്റ് ആണ്. പക്ഷേ അത് പെട്ടെന്ന് ആൾക്കാർ കാണുമ്പോൾ അങ്ങനെ ഇതായിട്ട് ശ്രദ്ധിക്കില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ വളരെ ക്ലെവറായിട്ടുള്ളൊരു കോസ്റ്റ് കട്ടിങ് ചെയ്ത്. ബാക്കിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അവൈലബിൾ അല്ല, ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. നടുവിൽ അവർ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുമില്ല. സോ അഗൈൻ അതൊരു കോസ്റ്റ് കട്ടാണ്, കോസ്റ്റ് കട്ടിങ് ആണ്. ഇതിപ്പോൾ നോർമൽ ടിയാഗോയുടെ ഇൻറ്റീരിയേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ടിയാഗോ ഇവയുടെ വന്നിട്ടില്ല. പക്ഷേ ടിയാഗോ ഇവയുടെ വരികയാണെങ്കിലും ഇത് ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരിക്കും. ഒരു കളർ തീമൊക്കെ കുറച്ചും കൂടെ ഒന്ന് മാറ്റി പിടിക്കുമായിരിക്കും. അല്ലാണ്ട് വേറെ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് അതായത് 2 വണ്ടികളും നമുക്ക് 360 ക്യാമറ ഒക്കെ കിട്ടുന്നതാണ്. അതും അഗൈൻ ഈ സെഗ്മെൻറ്റിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇതിനകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് പഴയ ടിയാഗോയുടെ ഇൻറ്റീരിയർ ഡിസൈൻ. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റതിൽ എന്തോരം വ്യത്യാസമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ സ്റ്റിയറിംഗിൻ്റെ ഡിസൈൻ കുറച്ച് സിമിലർ ആണ്. ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം സെയിം ആണ്. അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ എടുക്കുകയാണെങ്കിലും കുറേയൊക്കെ സിമിലാരിറ്റീസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ AC കൺട്രോൾസ് ആ ഒരു പാനൽ അവർ ഏകദേശം അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് പഴയതിൽ നിന്ന്. നമ്മൾ ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഡിസൈൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് നമ്മൾ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കവറും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നിങ്ങളിത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ചേഞ്ചസ് നമുക്ക് പെട്ടെന്ന് നോക്കിയേക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പെട്രോൾ വണ്ടി, അതായത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിൽ ഇപ്പോൾ പെട്രോൾ ആയാലും CNG ആയാലും രണ്ടിനകത്ത് നമുക്ക് ഗ്രില്ലിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. LED ഹെഡ് ലാംപ്സ് ആയിട്ടുണ്ട്, LED DRLs വന്നിട്ടുണ്ട്. കണക്റ്റഡ് DRLs ഒന്നുമില്ല, പക്ഷേ ഒരു ബ്ലാക്ക് എലമെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചുകൊണ്ട് സ്പോർട്ടി ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നോർമൽ വണ്ടിയിൽ നമുക്ക് താഴത്തെ ഫോഗ് ലാംപ്സും അവൈലബിൾ ആണ്.
പിന്നെ ചേഞ്ച് വരുന്ന അലോയ്സിൻ്റെ കാര്യത്തിലാണ് ഇത്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ നമുക്കിപ്പോൾ സൈസും കൂടെ കാണാൻ പറ്റും. 175 ആണ് ക്രോസ് സെക്ഷൻ വരുന്നത്. 15 ഇഞ്ച് ഹീൽസ് ആണ്. 15 ഇഞ്ച് ആണെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയായിരുന്നു, കാരണം ഈ സെഗ്മെൻറ്റിലുള്ളൊരു വണ്ടിക്ക് അതിന് മുകളിൽ സൈസ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഓർക്കിലായി പോകും. പ്രൊഫൈൽ വരുന്നത് 60 ആണ്. ആൻഡ് ഓവറോൾ അലോയ്സിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അഗൈൻ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് പോലത്തെ ഒരു എലമെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. നടുവിൽ ഒരു റെഡ് എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. അത് കത്തില്ല, പക്ഷേ എന്നാലും LED ടെയിൽ ലാംപ്സ് നമുക്ക് സൈഡിലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ചേഞ്ചസ് വരുന്നത്. അഗൈൻ മിററിൻ്റെ താഴത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 360 ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്ലോട്ട് കാണാം. റൂഫിൽ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന, അതുപോലെ വളരെ സട്ടിലായിട്ടുള്ളൊരു സ്പോയിലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ നമുക്ക് മെയിനായിട്ട് പെട്ടെന്ന് ഒരു റാപ്പ് പോലെ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ചേഞ്ചസ്. ഇനി ഇലക്ട്രിക് വണ്ടി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് പെട്രോൾ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബമ്പറിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ഗ്രില്ല് അവർ ബോഡി കളർ ആക്കിയിട്ടുണ്ട്. LED ഹെഡ് ലാംപ്സും DRLs ഒക്കെ സെയിം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഗ്രില്ല് ബമ്പർ മാറ്റിയതുകൊണ്ട് തന്നെ ഒരു ഫോഗ് ലാംപ്സ് എടുത്ത് കളഞ്ഞു. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ മൊത്തത്തിലൊരു ബോഡി കളർ ലുക്കാണ് വണ്ടിക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ കിട്ടുന്നത്. ഇനിയിപ്പോൾ സൈഡിൽ നിന്നും ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡിൽ അലോയ് വീൽസിൻ്റെ ഡിസൈൻ, അതായത് അലോയ്സ് അല്ല എയറോ ക്യാപ്സ് പോലത്തെ ഒരു സംഭവമാണ്. 15 ഇഞ്ച് ഉണ്ടെങ്കിൽ കൊള്ളാം. പണ്ട് 14 ഇഞ്ച് ആയിരുന്നു. EVയിൽ അവർ ഡൗൺ സൈസ് ചെയ്തായിരുന്നു ഇടയ്ക്കൊരു കാലത്ത്. ഇതും കണ്ടിട്ട് എനിക്ക് വലിയ സൈസ് ഒന്നുമില്ല. ചിലപ്പോൾ 14 ഇഞ്ച് ആയിരിക്കും, റേഞ്ച് കൂട്ടാനാണത്. എന്തായാലും അതല്ലാതെ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനും ബാക്കിലത്തെ ഓവറോൾ ഡിസൈനൊക്കെ നോർമൽ പെട്രോൾ CNG വണ്ടികളൊക്കെ വരുന്ന സെയിം തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. ഇനി മെക്കാനിക്കലി നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വെച്ച് ഇതിൻ്റെ അകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. പെട്രോൾ ആണെങ്കിൽ 1.2 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും. ഏകദേശം 86 PS പവറും അതുപോലെ 114 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് 5 സ്പീഡ് മാനുവലും 5 സ്പീഡ് AMT ഗിയർ ബോക്സും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ CNG ഓപ്ഷൻ ഉണ്ട്. ICNG ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് AMTയുടെ ഓപ്ഷൻ ടാറ്റ പ്രൊവൈഡ് ചെയ്യാറുണ്ടായിരുന്നു ഈ വണ്ടിയിൽ. സോ അക്കാര്യത്തിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി എങ്ങാനും ടാറ്റ ആയതുകൊണ്ട് പഞ്ചിൻ്റെ കേസിൽ ഒരു ടർബോ കൊടുത്തൊരു സർപ്രൈസ് തന്നായിരുന്നു. ഈ വണ്ടി ഒരു ജനറേഷൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് വെറുതെ ഒരു ടോപ്പ് എൻഡിൽ കൊടുക്കാൻ വേണ്ടി ഒരു ടർബോ പെട്രോൾ കൊടുക്കുമോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ പഞ്ചിൻ്റെ ട്യൂണാണെങ്കിലും വലിയ പ്രശ്നമില്ല. അത് കൊടുക്കുമായിരുന്നെങ്കിൽ വളരെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൂവായി പോയേനെ. കാരണം ഈ സെഗ്മെൻറ്റിൽ വേറെ ഒറ്റ വണ്ടിയിലും ടർബോ പെട്രോൾ വരുന്നില്ല. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ അഗൈൻ ഇതൊരു ന്യൂ ജെൻ വണ്ടി, അവർക്ക് ആൾക്കാരുടെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം, റിവ്യൂസിന് കൊടുക്കുമ്പം പവറില്ല എന്നാലും പറയരുത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാകും. പക്ഷേ എനിവേ നമുക്ക് കണ്ടറിയാം. ഞാൻ പറയുന്നു 90% ചാൻസ് ഇല്ല എന്ന്. ഇനി ഇലക്ട്രിക് വണ്ടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ വരുന്ന പ്രിസ്മാറ്റിക് സെൽസ് അല്ല, സിലിണ്ടറിക്കൽ സെൽസ് ആണ്. സോ അത് മാറ്റിയിട്ട് പ്രിസ്മാറ്റിക് സെൽസ് ആക്കുമ്പോഴേക്കും വണ്ടിയുടെ എനർജി ഡെൻസിറ്റി കൂടും, അതുപോലെ തന്നെ ബാറ്ററിയുടെ സൈസും കൂടും. സോ ഇപ്പോൾ നമുക്ക് 19 kWh 24 kWh വരുന്ന മിക്കവാറും ഒരു 25 kWh 30 kWhയിലേക്കും ബാറ്ററിയുടെ സൈസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി സൈസ് കൂടുന്നതുകൊണ്ട് റേഞ്ചും കൂടാനുള്ള സാധ്യതയുണ്ട്. റിയൽ ലൈഫ് ഏകദേശം ഒരു 30 to 50 കിലോമീറ്റേഴ്സിനടുത്തെങ്കിലും ഈ വണ്ടിക്ക് റേഞ്ച് കൂടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ ഏകദേശം 200 കിലോമീറ്ററാണ് ഓടുന്നതെങ്കിൽ അതൊരു 250 കിലോമീറ്റർ റിയൽ ലൈഫ് കിട്ടുന്ന രീതിയിൽ വരികയാണെങ്കിൽ വളരെ നല്ല റേഞ്ച് ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് പഞ്ചീവിയുടെ താഴത്തായിട്ട് ഡയറക്റ്റ് വണ്ടി വെക്കാൻ പറ്റും. പഞ്ചീവിൽ നമുക്ക് 1340 kWh ബാറ്ററി സൈസ് വരുന്നത്. ഇതിൻ്റെ ലോഞ്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മെയ് 28-നാണ്. ഇനിയിപ്പോൾ അധികം ദിവസമില്ല. അവർക്ക് TCN 2-3 ദിവസം കൊണ്ടുണ്ട്. അതിനുള്ള എന്തെങ്കിലുമൊക്കെ അവർ കൂടുതൽ കാണിക്കുമായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ടാഗ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.